സി കൃഷ്ണകുമാർ, പാലക്കാട് MLA 15 ദിവസത്തിന് ശേഷം മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഓഫീസിലിരുന്ന് പ്രശ്നങ്ങൾ, തന്നെ കാണാനെത്തിയവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു ജനപ്രതിനിധി, ഒരു MLA മാസക്കണക്കിന് ഒളിവിലിരിക്കുക, വീണ്ടും കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഒളിവിൽ നിന്ന് പുറത്തു വരിക, വീണ്ടും മുങ്ങുക. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഒരു MLAക്ക് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ഇതുപോലെ ഒളിച്ചുകളി നടത്തേണ്ട അവസ്ഥ. പാലക്കാട്ടുകാർക്ക് മുഴുവൻ അപമാനമാണ് പാലക്കാടിന്റെ MLA. അദ്ദേഹം ഇനി എത്ര തവണ പൊങ്ങിയാലും പാലക്കാട്ടുകാരുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം പോയി കഴിഞ്ഞു. പാലക്കാട്ടുകാരെ അദ്ദേഹത്തെ കാണുന്നത് വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ടാണ് കാണുന്നത്. കോൺഗ്രസ് ആണ് ഇതിൽ ഒളിച്ചുകളി നടത്തുന്നത്. കോൺഗ്രസ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുക. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിന് പുറത്താക്കി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ അകമ്പടി സേവിക്കുക. അയാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വരുന്ന പോസ്റ്ററുകൾ കീറാനും അത് നശിപ്പിക്കാനുമായിട്ട് KSUവിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങുക. അപ്പൊ കോൺഗ്രസ് ആരെയാണ് കളിപ്പിക്കുന്നത്? കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ആർജവമുണ്ടെങ്കിൽ പറയണം, രാഹുൽ മാങ്കൂട്ടത്തിലെ ഞങ്ങൾ പുറത്താക്കാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട് ഞങ്ങള് അംഗീകരിച്ചിരിക്കുകയാണ്. കോടതി വിധി വന്ന ശേഷം മാത്രമേ ഞങ്ങൾ പുറത്താക്കാൻ തയ്യാറുള്ളൂ എന്നുള്ള പറയാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ എന്തിനാ ഈ ഒളിച്ചുകളി? കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞുവല്ലോ. ഇന്ന് VD സതീശൻ അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ KPCC അധ്യക്ഷൻ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും വസ്തുതയാണ്. പക്ഷെ നോക്കൂ ശ്രീ കൃഷ്ണകുമാർ, 15 ദിവസം ഈ MLA എവിടെയാണ് എന്ന് അറിയില്ലായിരുന്നു. 15 ദിവസത്തിന് ശേഷം വരികയാണ്. അവിടെ പൂവൻകോഴിയുടെ പടവുമായി പ്രതിഷേധിക്കാൻ കുറച്ച് CPM പ്രവർത്തകർ ആ ബൂത്തിന് സമീപം ഉണ്ടായിരുന്നു. അവർ അവിടെ പ്രതിഷേധിച്ചു. നിങ്ങൾ കാലുകുത്തിക്കില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞവരാണ് ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ, ഇവിടെ കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല തന്നെ പ്രതി എന്ന രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന MLA വളരെ ചിരിച്ച് സുസ്മേരവദനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. മറ്റുള്ളവർക്കൊക്കെ ഉള്ളൂ പ്രശ്നം, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നതാണ് ബോഡി ലാംഗ്വേജ്. നിങ്ങൾക്ക് അതിലൊന്നും ഒന്നും പറയാനില്ലേ? അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കണ്ടാമൃഗം പോലും നാണിച്ചു പോകുന്ന തൊലിക്കട്ടിയുള്ള ഒരാളെ സംബന്ധിച്ച് എന്തു പറയാനാ? ഇത്രയേറെ ആരോപണങ്ങൾ വന്ന് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാതെ അത് രാജിവെക്കേണ്ട മാന്യതയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ തൊലിക്കെട്ടിയെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. കണ്ടാമൃഗം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. ഒരു ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയിൽ ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ വന്ന ഒരാൾക്കെതിരായിട്ട് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്താൻ തയ്യാറല്ല. ഗോവിന്ദചാമി നാളെ വോട്ട് രേഖപ്പെടുത്താൻ വന്നാലും ഞങ്ങൾ എതിർക്കാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ പ്രതിഷേധിക്കാൻ തയ്യാറല്ല. KPCC പ്രസിഡന്റും നിങ്ങൾ പ്രതിഷേധിച്ചില്ല. പക്ഷെ നോക്കൂ, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിലാണുള്ളത്. ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് പറയുന്നുണ്ട്. മാധ്യമങ്ങളെ മാത്രമല്ല, അത് അവരുടെ തന്നെ നേതൃത്വത്തോട് കാണിക്കുന്ന ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് താൻ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്രനായി എല്ലാ വിധത്തിലും അവിടെ നിൽക്കാനും പ്രവർത്തിക്കാനും രാഹുലിന് വഴിയൊരുക്കും നിങ്ങളും, ഇല്ലേ? അല്ല, ഞങ്ങളല്ലല്ലോ വഴിയൊരുക്കുന്നത്. KPCC നേതൃത്വമല്ല, കോൺഗ്രസ് നേതൃത്വമല്ല വഴിയൊരുക്കുന്നത്. കഴിഞ്ഞ 15 ദിവസക്കാലമായിട്ട് ഒരു MLA കാണാനില്ല. അതേ MLA അന്വേഷിച്ച് കേരളത്തിലെ പോലീസ് നടക്കുക. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച, 2 ബലാത്സംഗ കേസുകൾക്ക് FIR രജിസ്റ്റർ ചെയ്ത ഒരു പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള ഉപാധികളുമില്ലാതെ, യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുക. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകച്ചവടത്തിന്റെ ഭാഗമായിട്ട്, ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ള ഒരു നാടകമാണ് ഇത് കാണിക്കുന്നത്. കേരളത്തിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പീഡന കേസിൽ ഉൾപ്പെട്ടാൽ അയാൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ജാമ്യം കിട്ടുന്ന കഥ എവിടെയെങ്കിലും ഇതിന്റെ ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? 2 ബലാത്സംഗ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു MLAക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുന്നു. 13 ദിവസക്കാലത്തോളം ഇയാളെ കള്ളനും പോലീസും കളിക്കുകയല്ലേ കേരളത്തിലെ പിണറായിയുടെ പോലീസും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി 2 മുന്നണികളും ചേർന്ന്? അപ്പോ BJP എന്തായാലും തടയില്ല, വഴി തടയില്ല.
വേറെ പ്രതിഷേധങ്ങളൊന്നും ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഒരു വേദിയും പങ്കിടാൻ തയ്യാറല്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. രാജിവെക്കുന്നതുവരെ ഞങ്ങളുടെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. ശരി, വളരെ നന്ദി ശ്രീ സി കൃഷ്ണകുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. പ്രത്യക്ഷത്തിൽ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുത്തില്ല എന്ന ഒരു സൂചനയാണ് സി കൃഷ്ണകുമാറിന്റെ വാക്കുകൾ നൽകുന്നത്. ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്താൽ അല്ലാതെ തടയുന്നതോ പ്രതിഷേധിക്കുന്നതോ ആയ സമീപനം ഉണ്ടാകില്ല എന്ന് സി കൃഷ്ണകുമാർ പറയുകയാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, രാഹുലിന് കാര്യങ്ങൾ എളുപ്പമാണ് എന്നതാണ് തോന്നുന്നത്. നേരത്തെ രാഹുലിനെ തടയില്ല എന്ന ഡിവൈഎഫ്ഐ നിലപാടെടുത്തതോടുകൂടിയാണ് രാഹുൽ പാലക്കാട് സജീവമാകുന്നതും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ രാഹുൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. കോടതിയിലുള്ള കേസാണ്, പക്ഷേ സർക്കാർ വീണ്ടും അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അതും രാഹുലിനെതിരെ കുരുക്കാനുള്ള ശ്രമം തോന്നുന്നു. എന്തിനാ വന്നത് എന്താണ് എന്തായിരുന്നു നൽകാനോ MLA ക്ക് പരാതി കൊടുക്കാനാണോ അന്വേഷിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ പരാതി കൊടുക്കണം. ചെറിയ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ടുണ്ടോ? അതെ, ഞങ്ങളുടെ ആവശ്യത്തിന് ഇതിനു മുമ്പ് വന്നു MLA ഇല്ലാത്ത ദിവസം വന്ന് പോയി തുടങ്ങിയവരാണോ? വന്ന് മടങ്ങിയവരാ. ഞങ്ങൾ ഈ കോളനിക്കാരാ. MLA വന്നതറിഞ്ഞു വന്നതാ. എന്താണ് രാഹുൽ പറയുന്നത് പ്രശ്നങ്ങളോട് നല്ല പോസിറ്റീവായിട്ടുള്ള സമീപനം. പാർട്ടിയുടെ പിന്തുണയില്ല രാഹുലിനെ. സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ MLA ആയിട്ട് എങ്ങനെയുണ്ടായിരിക്കുന്നു? MLA ആയിട്ട് ഫണ്ട് പാസ്സാക്കാൻ അതൊക്കെ നടക്കുന്ന വിഷയങ്ങൾ പാസ്സാക്കി വെച്ചത് എക്സിക്യൂട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതിന് ഒരു തടസ്സമില്ല, നിയമ തടസ്സമില്ല. നിങ്ങൾ MLA പിന്തുണയ്ക്കുന്നതാണ്? MLA പിന്തുണയ്ക്കണമല്ലോ, ഇവിടെ നിന്ന് ജയിച്ച ആളാണല്ലോ. ഈ രണ്ട് കേസുകളിൽ പ്രതിയായിട്ടുള്ള പിന്തുണയ്ക്കുന്ന ഒരു മിനിറ്റ് സാർ, നമുക്ക് പറയാൻ കഴിയില്ല, കോടതി തീരുമാനിക്കട്ടെ. MLA ആയിട്ടുള്ള ആളെ MLA സ്ഥാനം ഉള്ളിടത്തോളം അത് MLA തന്നെയാണ്. ഇനി അദ്ദേഹത്തിന് ആരോപണങ്ങളൊന്നും നിങ്ങളൊരു സാധാരണക്കാരൻ നിലയിൽ എങ്ങനെ കാണുന്നു? സാധാരണക്കാരൻ എന്ന നിലയിൽ വീക്ഷിക്കുമ്പോൾ ഇതിലെ സത്യസ്ഥിതി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊരു ബലാത്സംഗമല്ല, നിയമപ്രകാരമുള്ള ബലാത്സംഗമല്ല. അവർ തമ്മിലുള്ള എന്ത് ബന്ധമുണ്ടെങ്കിലും രാഹുലിന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് നിങ്ങളൊരു അംഗീകരിക്കുന്നതല്ലല്ലോ പ്രശ്നം. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള, ഞാനൊരു വക്കീലായതുകൊണ്ട് പറയാണ്, സുപ്രീം കോടതികളുടെ വിധികളനുസരിച്ച് ഉഭയസമ്മത പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടാൽ പോലും തെറ്റല്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അത് ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കേസ് ബലാത്സംഗമാണ്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നതാണ് രണ്ടാമത്തെ പരാതിയിൽ പറയുന്നത്. പക്ഷേ രാഹുലിനെ കാണാനെത്തിയ, രാഹുലിനെ അനുകൂലിക്കുന്ന ആ വ്യക്തികൾ അതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ പ്രതികരണം ആ വിധത്തിലുള്ളതാണ്. കാരണം ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആ സംഗതി രാഹുലിനെ കാണാനെത്തി, വന്ന സ്ഥിതിക്ക് കാണാനെത്തി, അത്രയേ ഉള്ളൂ. തീർച്ചയായും രേണുക, അത് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് അവരുടെ അടുത്താണ് ഈ